ആശാ വർക്കേഴ്സിൻ്റെ സമരത്തെ CPM തള്ളിക്കളയുന്നു. എന്നാൽ സുരേഷ് ഗോപി അത് ഏറ്റെടുക്കുന്നു. സുരേഷ് ഗോപി ഇപ്പോൾ സമരപ്പന്തലിൽ വരുന്നു. ഇന്നിപ്പോൾ അത് നിയമസഭയിൽ ഉന്നയിക്ക് വരെ ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് അത് ഉന്നയിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതിലുള്ള മൊത്തത്തിലൊരു കാഴ്ചപ്പാട് എന്തായിരിക്കും? ആദ്യം തന്നെ നമുക്ക് ഈ ആശ വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ ആശ എപ്പോഴും കേൾക്കുന്നുണ്ട്, ആശ എന്നെല്ലായിടത്തും കേൾക്കുന്നുണ്ട്. ആക്ച്വലി ഇറ്റ് ഈസ് ആൻ ആക്രോണിം, അല്ലെങ്കിൽ സിമ്പിൾ ടൈംസിൽ പറഞ്ഞ ഒരു ഷോർട്ട് ഫോമാണ് ഓഫ് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ്. അപ്പോൾ അവർ നടത്തുന്ന സമരത്തോട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് താല്പര്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കീഴിൽ നിന്ന് അവരുടെ ചൊൽപ്പിടിക്ക് നിന്ന് സമരം നടത്തുന്നത് മാത്രമേ അവർ അംഗീകരിക്കുകയുള്ളൂ. എത്ര നല്ല കോസായി കഴിഞ്ഞാലും ദാറ്റ് ഡസൻറ്റ് മാറ്റർ. അവരുടെ കീഴിൽ നിന്ന് അവർ പറയുന്നത് കേട്ട് സമരം ചെയ്താലേ അവരത് സമരമായിട്ട് അംഗീകരിക്കുകയുള്ളൂ. അപ്പോൾ അവർക്കുള്ള ഇഷ്ടക്കേടിൻ്റെ ഏറ്റവും നല്ല ഒരു ലക്ഷണമാണ് നമ്മൾ ഈയിടെ കണ്ടത്. പുലർച്ചെ 1 മണിക്ക് കോരി ചൊരിയുന്ന മഴയത്ത് ഇവരുടെ എന്തോ പ്ലാസ്റ്റിക് ഷീറ്റോ ടാർപോളിനോ ഏതാണ്ട് വലിച്ചു കെട്ടിയിട്ടുണ്ടായിരുന്നു. മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെയൊക്കെ. അവർ ആ മഴയത്ത് തന്നെ വന്നിട്ട് അത് മുഴുവൻ അഴിച്ച് നിങ്ങളൊക്കെ ഇവിടുന്ന് പിരിഞ്ഞു പോയിക്കോന്ന് പറഞ്ഞു. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും. അവർ ഇടപെടാത്ത സമരമൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം സമരമല്ല, അതൊക്കെ നിയമലംഘനമായിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ കുറേ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ദിവസത്തിലേറെയായി ഈ സമരം തുടങ്ങിയിട്ട്. ഈ സമരത്തെ എങ്ങനെ തച്ചുടയ്ക്കാം എന്നുള്ളതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യം. അവർക്കിതിൽ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. പിന്നെ ഇങ്ങനത്തെ സമരം തുടങ്ങി ഏകദേശം 20 ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിലായിരുന്നു. പിന്നീട് അവർ നാഷണൽ ഹെൽത്ത് മിഷനിലേക്കൊരു മാർച്ചൊക്കെ നടത്തി. ഇനിയിപ്പോൾ ഇന്ന് അവർ ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ മുമ്പിലേക്ക് മാർച്ച് ചെയ്യാനായിട്ട് പ്ലാൻ ഇടുന്നുണ്ട്. ഇതൊക്കെയാണ് സാഹചര്യം. പക്ഷേ കാര്യമായിട്ടൊന്നും സംഭവിക്കുന്നില്ല. സ്റ്റേറ്റ് ഗവൺമെൻറ് ഇതിനെ എന്തെല്ലാം പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കാനാണ് ശ്രമിക്കുന്നത്. അവർ യാതൊരു സിമ്പതിയും കാണിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ സാഹചര്യത്തിലാണ് സുരേഷ് ഗോപി ഒരു ദിവസം ഇവരുടെ അടുത്ത് വന്നു, അവരെ കണ്ടു, എന്നിട്ട് അവരോട് ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഈ ഓണറേറിയത്തിൻ്റെ കാര്യമുണ്ട്, അതേപോലെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സിൻ്റെ കാര്യമുണ്ട്, ഇതിലൊന്നും ആരും ഇൻട്രസ്റ്റ് എടുക്കാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാൻ ഏതായാലും ഇതിപ്പോൾ കേന്ദ്രത്തിൻ്റെ സ്പോൺസേഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണല്ലോ, അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഞാൻ പ്രധാനമന്ത്രിയുടെയും അതേപോലെ ഹെൽത്ത് മിനിസ്റ്ററിൻ്റെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് നിങ്ങളോടൊപ്പം സമരം ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലക്ഷ്യമിട്ടിട്ടൊന്നുമല്ല വന്നിരിക്കുന്നത്. എനിക്ക് ഫ്രം ദി ഹോഴ്സസ് മൗത്ത് എന്ന് പറയുമല്ലോ, എനിക്ക് നേരിട്ട് കേൾക്കണം നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നേരിട്ട് കേട്ടിട്ട് ഞാനിത് പ്രധാനമന്ത്രിയുടെയും ഹെൽത്ത് മിനിസ്റ്ററുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും. ഞാനിവിടെ വന്നിരിക്കുന്നത് സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ടു ടേക്ക് പാർട്ട് ഇൻ ദിസ് സ്ട്രൈക്ക് അങ്ങനെയൊന്നും എനിക്ക് ഇപ്പോൾ വന്നിരിക്കുന്നതിൽ ഉദ്ദേശമില്ല. ഞാൻ നിങ്ങളെ നേരിട്ട് കേൾക്കാം എന്നുള്ള ലക്ഷ്യത്തിലാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ ആശാ വർക്കേഴ്സ് ഇപ്പോൾ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ അടുത്തേക്കും അവരൊരു ജാഥ നടത്തിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ നിൽക്കുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഭീഷണി വന്നിട്ടുണ്ട്. അതായത് ഈ കുറേ വോളണ്ടിയേഴ്സിനെ ഇപ്പോൾ സെലക്ട് ചെയ്യാൻ പോകണമെന്ന് പുതിയതായിട്ട് സെലക്ട് ചെയ്യാൻ പോകണം. ഇപ്പോൾ ഈ വോളണ്ടിയേഴ്സിനെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത ആൾക്കാർ, ഞങ്ങൾ പറഞ്ഞത് കേൾക്കാത്ത ആൾക്കാർ, ഞങ്ങളുടെ കീഴിൽ സമരം ചെയ്യാത്ത ആൾക്കാർ, അവരെ നമുക്ക് വേണ്ട എന്നുള്ളതാണ് ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത്. അവരെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ വോളണ്ടിയേഴ്സിനെ സെലക്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ CITUവിനെ അതിനിടയ്ക്ക് ഇറക്കുന്നുണ്ട്. CITUക്കാരെ ഇവരെ ഒപ്പോസ് ചെയ്യാനായിട്ട് CITUവിനെയും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷനിലേക്കാണ് സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേസമയം ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇടപെട്ടിട്ട് അവർക്കുള്ള അരിയേഴ്സും ഡ്യൂ ആയിട്ട് കിടക്കുന്ന സാധനങ്ങളൊക്കെ കേരള ഗവൺമെൻറ് ഇപ്പോൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. അതായത് ഓണറേറിയത്തിൻ്റെ പ്രശ്നമുണ്ട്, പിന്നെ ഈ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സിൻ്റെ പ്രശ്നമുണ്ട്. അതിലെന്തെല്ലാം ബാക്കി കിടപ്പുണ്ടായിരുന്നോ അതെല്ലാം അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി അരിയേഴ്സ് ഇവർക്ക് കൊടുക്കാനായിട്ടുള്ള തീരുമാനമായിട്ടുണ്ട്. പക്ഷേ ആശാ വർക്കേഴ്സ് സമരം പിൻവലിക്കുന്നില്ല. അവർ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അരിയേഴ്സ് കിട്ടുക എന്നുള്ളത് മാത്രമല്ല ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിയേഴ്സ് കിട്ടുക എന്നുള്ളതിൽ കവിഞ്ഞിട്ട് അരിയേഴ്സ് കിട്ടുന്നത് ഓക്കെ, വെൽ ആൻഡ് ഗുഡ്, കുഴപ്പമൊന്നുമില്ല. അതിനേക്കാൾ കൂടുതലായിട്ട് ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് ഞങ്ങളുടെ ഓണറേറിയം വളരെ നിസ്സാരമായൊരു തുകയാണ്. ഇന്നത്തെ കാലസ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഈ ഓണറേറിയം വളരെ തുച്ഛമായതാണ്. 7,000 രൂപയാണ്. ഇപ്പം നമ്മുടെ അടുത്തുള്ള പല സ്റ്റേറ്റുകളും 10,000 രൂപയിലധികം മാസം അവർക്ക് വേതനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ 10,000
കൊടുക്കുമ്പോൾ നമ്മുടെ സ്റ്റേറ്റിൽ അതിൽ കൂടുതൽ കിട്ടിയാലേ ഇവർക്ക് മുതലാവുള്ളൂ. കാരണം നമുക്കറിയാലോ, ഒരു 27,000 പേര് താഴെ മാത്രമാണ് ആശാവർക്കന്മാർ ഇവിടെ വർക്ക് ചെയ്യുന്നത്. അവർക്ക് കൊടുക്കാനുള്ള പൈസ പോലും ഗവൺമെന്റിന്റെ കയ്യിലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതെ. അപ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് ഗവൺമെന്റിന് പറഞ്ഞു കഴിയുമ്പോൾ പൈസ ഇല്ല. പക്ഷെ വേറെ ആൾക്കാർക്കൊക്കെ PSC ബോർഡിലെ മെമ്പേഴ്സിനും ബാക്കിയുള്ള ആൾക്കാർക്കും, അല്ലെങ്കിൽ മന്ത്രിമാരുടെ PA-മാർക്ക് കൊടുക്കാനും MLA-മാർക്കും മന്ത്രിമാർക്കും ഇത് മറ്റുള്ളതിനൊക്കെ കാശുണ്ടല്ലോ. എന്തുകൊണ്ട് ഇവരെ പോലുള്ള നമ്മളുടെ അടിസ്ഥാന വർഗ്ഗങ്ങളുടെ കൂടെ നമ്മുടെ വീടുകളിലാണെങ്കിലും തൊട്ടടുത്ത വീടുകളിൽ ഒരു ഗർഭിണി ഉണ്ടെങ്കിൽ അവരുടെ വീടുകളിൽ വന്ന് കാര്യങ്ങൾ അന്വേഷിക്കുന്നവരാണ് ഈ ആശാവർക്കന്മാർ. അപ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കാൻ എന്തുകൊണ്ട് ഗവൺമെന്റിന് പറ്റുന്നില്ല? ഗവൺമെന്റിന് ഇവരുടെ കാര്യത്തിൽ യാതൊരു താല്പര്യമില്ലാത്ത പോലെ. അപ്പോൾ ബാക്കിയുള്ള വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ ശമ്പളം ലക്ഷക്കണക്കിലാണ് കൂട്ടണത്. മൊത്തം തുകയല്ല, ഈ വരുന്ന ഇൻക്രീസ് ടു ദി ട്യൂൺ ഓഫ് ലാക്സ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ കഴിയുന്ന ഗവൺമെൻറ്റാണ് ആശാ വർക്കേഴ്സിനോട് യാതൊരു സിമ്പതിയും പ്രകടിപ്പിക്കുന്നില്ല. അപ്പോൾ മറ്റുള്ള സ്റ്റേറ്റുകളിലേക്കാൾ കുറവ് ഇവിടെ ശമ്പളം അല്ലെങ്കിൽ ഓണറേറിയം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അൺജസ്റ്റാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ തൊഴിലിന് വരുന്നത്? നമ്മുടെ ശമ്പളം ആ സ്റ്റേറ്റുകളിൽ കിട്ടുന്ന ശമ്പളമല്ല, കൂലി അതിനേക്കാൾ വളരെ കൂടുതലായതുകൊണ്ടാണ് അവിടെ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വരുന്നത്. കാരണം അവിടുത്തെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങോ അല്ലെങ്കിൽ കോസ്റ്റും മറ്റും കണക്കിലെടുത്ത് കഴിയുമ്പോൾ ഇവിടുത്തെ അത്രയില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇവിടെ വരുന്നത്. പക്ഷേ നമ്മുടെ ഇവിടെ ഈ ആശാ വർക്കേഴ്സിന് മാത്രം മറ്റുള്ള സ്റ്റേറ്റുകളിൽ കൊടുക്കുന്നത് പോലും കൊടുക്കാതെ നിസാര ഓണറേറിയം 7,000-ൻ്റെ കണക്ക് പറയുന്നു. അത് വളരെ അൺജസ്റ്റായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ അരിയേഴ്സൊക്കെ തീർത്തു ശരി, അതുകൊണ്ടായില്ല ഈ ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. പക്ഷേ കേരള ഗവൺമെൻറ് ഒരു സ്റ്റാൻഡ് സ്വീകരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സെൻട്രൽ സ്പോൺസർ ചെയ്യുന്നൊരു പ്രോഗ്രാമല്ലേ, അവരെന്തെങ്കിലും കൂടുതൽ ചെയ്യട്ടെ, ഞങ്ങൾക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതൊന്നുമല്ല വാസ്തവത്തിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, CPM-നെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യം നടക്കുകയാണെങ്കിലും അവരിലൂടെ നടക്കണം, അവർ പറയുന്ന രീതിയിൽ നടക്കണം, അവർ പറയുന്ന അനുസരിച്ച് നടക്കണം. അല്ലാതെ അവരെ ധിക്കരിച്ച് അവരെ മാനിക്കാതെ മുന്നോട്ട് പോകുന്നതിന് അവരൊരിക്കലും അംഗീകരിക്കില്ല. അതാണ് ഒരു പ്രധാനമായിട്ടുള്ള പ്രശ്നം. പിന്നെ ആശാ വർക്കേഴ്സ് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെൻറ്ററാണ് സ്പോൺസർ ചെയ്യുന്നത് ശരി, പക്ഷേ ഞങ്ങളുടെ ജോലി, ഞങ്ങൾ ചെയ്യുന്ന തൊഴിൽ കൊണ്ടുള്ള ബെനിഫിഷ്യറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളാണ്. ഈവൻ കോവിഡിൻ്റെ കാലത്ത് അവർ വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തു. പിന്നെ ശശി തരൂരൊക്കെ പറഞ്ഞിരിക്കുന്നത് ദി ട്രൂ ഹീറോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഇവരാണ്, ഈ ആശാ വർക്കേഴ്സാണ്. അവരെന്തെല്ലാം ത്യാഗം ചെയ്യുന്നു, എന്തെല്ലാം റിസ്ക് എടുക്കുന്നു. കോവിഡിൻ്റെ കാലത്തൊക്കെ ഇങ്ങനെ ജോലി ചെയ്ത് നടക്കാമെന്ന് പറഞ്ഞാൽ വലിയ റിസ്ക്കുള്ള കാര്യമായിരുന്നു. അതെല്ലാം ചെയ്യുന്നു. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇവരെ ഈ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നത്? മാത്രമല്ല, ഇപ്പോൾ സമരത്തെ എതിർക്കാനായിട്ട് CITU തൊഴിലാളികൾ ഇവരുടെ തന്നെ ഇറക്കുന്നു. അതുകൂടാതെ ഈ രാത്രി സമയത്ത് അല്ലെങ്കിൽ പുലർച്ചെ 1 മണിക്ക് നല്ല കോരിച്ചൊരിയുന്ന മഴയത്ത് ആ ടാർപോളിൻ്റെ അടിയിൽ നിൽക്കുന്ന ആൾക്കാരെ പേടിപ്പിച്ച് ഓടിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് ടാർപോളിൻ ഷീറ്റൊക്കെ വലിച്ചു മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലാളികളോട് സ്വീകരിക്കേണ്ട കമ്മ്യൂണിസ്റ്റ് നയം ഇതാണോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ വളരെ വിഷമിച്ചുള്ള ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ആശാ വർക്കേഴ്സ് നിൽക്കുന്നത്. പക്ഷേ സമൂഹത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും മൊത്തം സിമ്പതി ആശാ വർക്കേഴ്സിനോടാണ്. മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവരുടെ പിടിച്ചുനില നഷ്ടപ്പെടുന്ന ഒരു സമ്പ്രദായമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആശാവർക്കർമാരുടെ. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. സാറിന് തോന്നുന്നുണ്ട് കേരള ഗവൺമെൻറ് ഒരിക്കലെങ്കിലും അവർക്ക് വേതനം കൂട്ടിക്കൊടുക്കാൻ ഇടനൽകുന്നു? വേതനം കൂട്ടിക്കൊടുക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ പറയണത് കേൾക്കണം, അവർ പറയണത് അനുസരിക്കണം, അവരുടെ പാർട്ടിയിലൂടെ ആകണം കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അവർ ചെയ്തു തന്നൊരു ഫേവർ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ആർക്കും കിട്ടാവും എന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാട്. ഇവർ അങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അത്ര അടിമകളായിട്ടല്ല ഇവർ പെർഫോം ചെയ്യുന്നത്. അത് തന്നെയല്ല, മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരല്ല, അറ്റ്ലീസ്റ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെതിരെയൊക്കെ പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ടല്ലോ, അതൊന്നും മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി ഇത് താളത്തിലിടാനാകുന്നത്ര ശ്രമിക്കും. ഇത് എങ്ങനെയെങ്കിലും ഈ സമരം പൊളിച്ചു കളയാനായിട്ട് പണ്ടെന്തോ പൊമ്പിള്ള ഒരുമയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ അവർ പൊളിച്ചു കൊടുത്തുന്നോണു. അപ്പോൾ അതേപോലെ മാർക്സിസ്റ്റ് പാർട്ടി ത്രൂ ദി മാർക്സിസ്റ്റ് പാർട്ടി അല്ലാതെ നടക്കുന്ന എല്ലാ സമരങ്ങളും അവർ പൊളിച്ചു കളയാനേ ശ്രമിക്കുകയുള്ളൂ. പിന്നെ അവർ ഭരണത്തിലിരിക്കുമ്പോൾ ആരെങ്കിലും സമരം ചെയ്തു കഴിഞ്ഞാൽ അതും തകർക്കാനേ ശ്രമിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ അവർ പ്രതിപക്ഷത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഫുൾ സപ്പോർട്ട് കൊടുക്കുക. അതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അപ്രൂവ്ഡ് ആയിട്ടുള്ള രീതി. എന്തായാലും ആശാവർക്കർമാരോട് കാണിക്കുന്ന ഈ അവഗണനയ്ക്ക് CPM കനത്ത വില കൊടുക്കേണ്ടി വരും. തീർച്ചയായിട്ടും അത് വേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.